സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഒരു വിദേശയാത്രയ്ക്ക് വേണ്ടി നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലാണ് ഉള്ളത്. ജർമ്മനി, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. പക്ഷേ ഇതൊരു വിനോദയാത്രയല്ല, ഇത് ഒരു ഔദ്യോഗിക വിദേശയാത്രയാണ്. സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഇത്തരം വിദേശയാത്രകൾ. അതിനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ IT കമ്പനികൾ പ്രധാനമായും വിദേശ രാജ്യങ്ങളിലെ കമ്പനികളുടെ പ്രോജക്റ്റുകളാണല്ലോ ചെയ്യുന്നത്. അപ്പം പ്രോജക്റ്റിൻ്റെ എക്സിക്യൂഷന് വേണ്ടി, ബിസിനസ് ഡിസ്കഷൻസിന് വേണ്ടി, ക്ലയൻറ്റ് വിസിറ്റിന് വേണ്ടി, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വിദേശയാത്രകൾ തരമാവാറുണ്ട്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടക്കുന്നതിനാൽ ഡൽഹി വഴിയാണ് യാത്ര. എയർ ഇന്ത്യ വിമാനത്തിലാണ് സഞ്ചാരം. ഞാനങ്ങനെ ഡൽഹിയിലേക്കുള്ള രാവിലെ 5 മണിയുടെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞു. എയർ ഇന്ത്യയിൽ ഞാനങ്ങനെ അധികം യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ കയറി അധികം വൈകാതെ തന്നെ വിഭവസമർത്ഥമായ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. എയർ ഇന്ത്യയെക്കുറിച്ച് പൊതുവെ നെഗറ്റീവ് അഭിപ്രായമാണല്ലോ കേൾക്കാറുള്ളത്. അതുകൊണ്ട് ഞാനും കുറച്ച് ആശങ്കകളോടെയാണ് ഇതിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ എൻ്റെ വിമാനം കൃത്യസമയത്ത് തന്നെ പുറപ്പെടുകയും ഉദ്ദേശിച്ചതിലും 10 മിനിറ്റ് നേരത്തെ ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ഡൽഹി എയർപോർട്ടിൽ കൂടെ പോവുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 8:20. ഇനി 11:30-ക്കാണ് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം. ഇവിടെ ട്രാൻസിറ്റ് പാസഞ്ചേഴ്സിന് പ്രത്യേകം ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും ഒക്കെ ഉണ്ട്. രണ്ടും എയർ ഇന്ത്യ വിമാനങ്ങളായതിനാൽ എനിക്ക് അവിടെ ബാഗേജ് ഒന്നും കളക്ട് ചെയ്യേണ്ടി വന്നില്ല. നേരെ ഞാൻ ഇമിഗ്രേഷനും അതിനുശേഷം സെക്യൂരിറ്റി ചെക്കും ക്ലിയർ ചെയ്തു. രണ്ടിടത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പം ഗൾഫ് വഴി അധികം വിമാനങ്ങളില്ലാത്തതിനാൽ ഡൽഹി എയർപോർട്ടിൽ തിരക്ക് കൂടുതലാണ് എന്നാണ്. ഇത് ഡൽഹി എയർപോർട്ടിൻ്റെ ടെർമിനൽ 3 ആണ്. വളരെ മനോഹരമായ ഒരു ടെർമിനലാണ് ടെർമിനൽ 3. ഏതൊരു വികസിത രാജ്യത്തിൻ്റെ വലിയ അന്താരാഷ്ട്ര വിമാന ടെർമിനലുമായി കിടപിടിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 3. അതുകണ്ട് എനിക്ക് സത്യത്തിൽ നല്ല അഭിമാനം തോന്നി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വ്യോമയാന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എയർപോർട്ടുകളുടെ ഫെസിലിറ്റിയൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. പുതിയ ടെർമിനൽസ് വന്നിട്ടുണ്ട്. ആകെ മൊത്തം ടോട്ടൽ നല്ല വികസനമാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ പുറപ്പെട്ടതിനാൽ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ആ ടെർമിനലൊക്കെ ഞാനങ്ങനെ ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വീണ് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കരുതല്ലോ. നിരനിരയായി വിവിധ വിമാന കമ്പനികളുടെ വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ മുകളിലാണ് ഫുഡ് കോർട്ട്. എങ്ങനെയുണ്ട് ഫുഡ് കോർട്ടൊന്ന് നോക്കാം എന്ന് കരുതി. എന്തായാലും ആഹാരം കഴിക്കാനൊന്നും ഉദ്ദേശമില്ല. വിഭവസമർത്ഥമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എയർ ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മക്ഡൊണാൾഡ്, ഡൊമിനോസ് തുടങ്ങിയ വിദേശ ചെയിനുകളുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ഷോപ്പുകളുണ്ട്. എന്തായാലും ഫുഡ് കോർട്ട് കണ്ട് ഞാൻ താഴെ വീണ്ടും കറങ്ങി തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പതുക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശില്പം കണ്ടത്. അത് വളരെ മനോഹരമായ ഒരു ശില്പമാണ്. പലരും വിദേശികൾ ഉൾപ്പെടെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള വിമാനത്തിൻ്റെ ഒറിജിനൽ ഡിപ്പാർച്ചർ ടൈം 12:30 മണിയായിരുന്നു. പക്ഷേ ഗൾഫ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചുറ്റി വളഞ്ഞു പോകേണ്ടതിനാൽ 11:30 മണി ആക്കിയിരിക്കുകയാണ് ഡിപ്പാർച്ചർ ടൈം. അതുകൊണ്ട് നേരത്തെയാണ് ബോർഡിംഗ്. 10:45 ബോർഡിംഗ് ടൈം തന്നിരിക്കുന്നത്. ഞാനങ്ങനെ ആ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ബോർഡിങ്ങൊക്കെ ചെയ്ത് എയർ ഇന്ത്യ വിമാനത്തിനകത്ത് കയറിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസൊക്കെ ഉണ്ട്. ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട ഈ വിമാനമാണ്. അതുകൊണ്ട് ചെറിയ ഒരു ഉൾഭയം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട്. കൃത്യം 10:45 തന്നെ ബോർഡിംഗ് എല്ലാം തുടങ്ങിയെങ്കിലും നിർഭാഗ്യവശാൽ വിമാനത്തിന് പോകാൻ ക്ലിയറൻസ് കിട്ടാൻ താമസിച്ചു. അങ്ങനെ 12:20 വിമാനം പതുക്കെ ചലിച്ചു തുടങ്ങിയത്. അപ്പോൾ
വിമാനം പറന്നുയർന്ന ഉടനെ തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടി, സ്നാക്സും പിന്നെ ഞാൻ റെഡ് വൈനും ഒക്കെ വാങ്ങിച്ചതൊക്കെ അടിച്ചങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലൈറ്റ് പാത്ത്. ശരിക്കും അഫ്ഗാനിസ്ഥാൻ്റെ മുകളിലൂടെയൊക്കെ പോകേണ്ടത് ഇപ്പോൾ ചുറ്റി വളഞ്ഞാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം കിട്ടി. ബണ്ണ്, സലാഡ്, റൈസ്, ചിക്കൻ കറി, അതോടൊപ്പം പറാത്ത എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. ധാരാളം കുറ്റങ്ങളും കുറവുകളും എയർ ഇന്ത്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വിമാനയാത്രയിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫുഡായതിനാലും വിശപ്പുണ്ടായിരുന്നതിനാലും എല്ലാം അടിച്ചു തീർത്തിരിക്കുകയാണ്. സ്റ്റാഫിൻ്റെ പെരുമാറ്റമൊക്കെ നല്ല നല്ല രീതിയിലുള്ളായിരുന്നു, പ്രൊഫഷണലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കട്ടൻ കാപ്പിയും കൂടെ കിട്ടിയപ്പോൾ അതെല്ലാം കഴിച്ചങ്ങനെ സെറ്റായി കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. വിമാനം ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിനോട് സമീപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലോക്കൽ ടൈം 7 മണി, അതായത് 1 മണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മൾ എത്തുന്നത്. നിങ്ങൾക്ക് കാണാം വിമാനം വളരെയധികം ചുറ്റി വളഞ്ഞാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഫ്ലൈറ്റ് പാത്ത് നോക്കുമ്പോൾ അറിയാം. നേരെ പറന്ന് വരുന്നതിന് പകരം ഇറാൻ്റെയൊക്കെ മുകളിൽ കൂടെ പറന്ന് വരുന്നതിന് പകരം നേരെ താഴോട്ട് പോയി സൗദിയുടെയൊക്കെ മുകളിൽ കൂടെ കറങ്ങി ഈജിപ്തിൻ്റെയൊക്കെ മുകളിൽ കൂടെ, അതായത് തലയ്ക്ക് പുറകിലൂടെ മൂക്കിൽ പിടിക്കുന്ന പോലെ തന്നെ വളഞ്ഞാണ് വിമാനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൂടുതലെടുത്തു. 11 മണിക്കൂർ ഫ്ലൈയിങ് ടൈം. ഇമിഗ്രേഷനൊക്കെ വളരെ സ്മൂത്തായിരുന്നു, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഞാനങ്ങനെ വെളിയിലേക്ക് നടക്കുകയാണ്. അവിടെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. സബീനും ബിജുവുമാണ്. ബിജു എൻ്റെ പെട്ടിയൊക്കെ ആയിട്ട് മുമ്പേ നടക്കുന്നു. ചൂടത്തുനിന്ന് തണുപ്പത്തോട്ട്. അതെ, തിരുവനന്തപുരത്തെ 35 ഡിഗ്രി ചൂടിൽ നിന്നും ഫ്രാങ്ക്ഫർട്ടിലെ 4 ഡിഗ്രി തണുപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സബീൻ്റെ കാറിൽ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. 20 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഫ്രാങ്ക്ഫർട്ടിൻ്റെ സബർബായ ലാംഗൻ എന്ന സ്ഥലത്താണ് എയർപോർട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ലോട്ടൊക്കെ വിട്ട് ഹൈവേയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് സിറ്റി സെൻറ്ററിലേക്ക്. നമ്മൾ വിശാലമായ ഒരു ഓട്ടോബാണിലൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോബാൺ എന്നത് ജർമ്മനിയുടെ ജീവനാഡികളായ അതിവേഗ പാതകളാണ്. ഈ പാതകളിൽ മിക്ക സ്ഥലത്തും സ്പീഡ് ലിമിറ്റൊന്നുമില്ല. കാറുകൾക്ക് മാക്സിമം സ്പീഡിൽ തന്നെ പോകാൻ പറ്റും. അതുകൊണ്ട് പ്രധാന യാത്രാ മാർഗങ്ങൾ ആണ് ഓട്ടോബാണുകൾ. അവിടെ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയുള്ള റമദ എന്ന ഹോട്ടലിലാണ് എനിക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെ രാവിലെ 9:30 എനിക്ക് കൊളോണിലേക്ക് പോകണം. ട്രെയിൻ മാർഗമാണ് യാത്ര. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയുള്ള ഹോട്ടൽ എടുത്തു. അല്ല, സിഗ്നൽ ഉണ്ടെങ്കിലും നിർത്തണം. അതിപ്പം അല്ല, അവര് റോഡിൽ കാല് വെച്ചാൽ പിന്നെ എല്ലാവരും ശരി. അല്ല, വാക്ക് സിഗ്നലൊക്കെ ഇല്ല, അതൊക്കെ വെച്ചല്ലേ ആളുകൾ നടക്കത്തുള്ളൂ. കണ്ട ഇതുണ്ടല്ലോ. കണ്ടു തുടങ്ങി, വലിയ കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ബിൽഡിങ്സ്, അമ്പരചുംബികൾ. ഈ കാണുന്നത് ഫ്രാങ്ക്ഫർട്ടിലൂടെ ഒഴുകുന്ന മൈൻ റിവറാണ്. ഇത് വിഖ്യാതമായ റൈൻ നദിയുടെ ഒരു പോഷക നദി. ഇതാണ് ആ റിവർ അല്ലേ? ഓ, ഇതിലെ കപ്പൽ പോകും. വലിയ ബോട്ടുകൾ. പക്ഷെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടല്ലേ, ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ. അതാണ് വ്യത്യാസം. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കറക്റ്റ്. നമ്മുടെ നാട്ടിൽ നടക്കാനൊന്നും ചെയ്തില്ല. കുളം നല്ല സിറ്റി കേട്ടോ, നല്ല തിരക്കുണ്ടല്ലേ. പക്ഷെ കുളം വലുതല്ലേ ഇതിനെ കാട്ടി? അതെ, കുളം ഇതിനെയൊക്കെ വലുതാണ്. പക്ഷെ എന്നാലും തിരക്ക് കുറവാണ്. തിരക്ക് കുറവാണ്. മേ ബി ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ബൈക്ക് ലൈൻ, കാറിൻ്റെ ലൈനെ കാട്ടി വലുതാണല്ലോ ബൈക്ക് ലൈൻ. നെതർലാൻഡ്സിൽ ഇതേ ഉള്ളൂ. അതെ, സൈക്കിളേ ഉള്ളൂ.
ഇവിടെ എല്ലാവരും റോങ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് സിറ്റിയിൽ ഹോട്ടൽ നിൽക്കുന്ന ഏരിയയിലെത്തി. പാർക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. ഇനി എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് സ്ഥലം കണ്ടുപിടിച്ച് പാർക്ക് ചെയ്യണം, എന്നിട്ട് നടന്നു പോകാനാണ് പ്ലാൻ. തിരക്ക് തന്നെയല്ലേ, പാർക്കിംഗ് ആണ് എല്ലായിടവും പ്രശ്നം. വണ്ടി എടുത്ത് ഇറങ്ങിയ പാർക്ക് ചെയ്യുന്നൊരു വലിയൊരു തലവേദനയാണ്. ഫ്രാങ്ക്ഫർട്ട് ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ. എല്ലാം മീറ്റേഡ് പാർക്കിംഗ് ആണോ? അതെല്ലാം ഇല്ല, ഇതെല്ലാം ഫ്രീ പാർക്കിംഗ്. ഫ്രീ പാർക്കിംഗ്. പക്ഷെ അത് ടൈം കാണുമോ? ടൈം വെക്കണം. നമുക്ക് ഇടാനും പറ്റൂലല്ലേ. നേരത്തെ കണ്ടിട്ട് നല്ലതായിരുന്നു അല്ലേ. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. സൈഡ് നിർത്താതാണ് കുറച്ചുകൂടി സൗകര്യം. വണ്ടി പാർക്ക് ചെയ്ത് ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ലഗേജ് എല്ലാം അവിടെ വച്ചു. അതിനുശേഷം ഡിന്നർ കഴിക്കുവാനും പിന്നെ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുവാനും വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഭയങ്കര ഹെവി ആയിട്ടൊന്നും വേണം. പിസ്സ കഴിക്കുന്നതിനെ കുറിച്ച് എന്താ പറയുക? പിസ്സ ഹായ്. ഫ്രാങ്ക്ഫർട്ടിൽ എത്രാം? ഒട്ടുമിക്ക യൂറോപ്യൻ സിറ്റികളിലും ഉള്ളതുപോലെ ഫ്രാങ്ക്ഫർട്ടിലും ട്രാം സർവീസ് ഉണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. വിൽ ഹൗസ്. ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലെ പ്രധാന സ്റ്റേഷനായ ഹോപ്പ് ബാൻഹോഫിൻ്റെ പരിസരത്താണ് ഉള്ളത്. നാളെ ഇവിടെ നിന്നാണ് എനിക്ക് കൊളോണിലേക്ക് ട്രെയിൻ പിടിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാം നേരത്തെ ഒന്ന് കണ്ടുവയ്ക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. നമ്മൾ തമ്മാനൂരുള്ള ഒരു സ്ഥലമല്ലേ? ഇവിടെയൊക്കെ അത്യാവശ്യം ചവറുമൊക്കെ ഉണ്ട് കേട്ടോ. ചവറൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് ടിക്കറ്റ് എനിക്ക് ഇത് ഹോപ്പ് ബാൻഹോഫിൻ്റെ എൻട്രൻസ് ആണ്. ഇത് നമ്മൾ ചെന്നൈ സെൻട്രലൊക്കെ പോലെ ഒരു ടെർമിനസ് ആണ്. ഇവിടെ ഒരു സൈഡിലേക്ക് മാത്രമേ ട്രെയിൻ സർവീസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ്റെ ഉൾവശം. ആളുകൾ തിരക്കിട്ട് ട്രെയിൻ കയറുവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. സബീൻ പറഞ്ഞത് ചിലപ്പോൾ പെട്ടെന്ന് പ്ലാറ്റ്ഫോം മാറ്റി അനൗൺസ് ചെയ്യും എന്നാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. ഒക്കെ ഇങ്ങനെ പിച്ചയൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ. ഇത് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഫ്രാങ്ക്ഫർട്ട് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമൊന്നും നമ്മളൊരു യൂറോപ്യൻ സിറ്റിയിൽ പ്രതീക്ഷിക്കുന്നത് പോലെ വൃത്തിയുള്ള ഏരിയയൊന്നുമല്ല. മാത്രമല്ല കുറച്ചധികം ഡ്രഗ് അഡിക്ട്സും മറ്റും ഈ ഏരിയയിലുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും വലിയ സുരക്ഷിതത്വക്കുറവൊന്നും അനുഭവപ്പെട്ടില്ല. ഇത് റെഡാണല്ലേ? റോഡായി ഇപ്പം ഓ, ഇതിലേക്ക് ഇറങ്ങിപ്പോല്ലേ? ഹോട്ടലിൽ പോയി എളുപ്പവഴി ഇതാണ്. ആ ഹാ ഹാ ഹാ. നേരെ കണ്ടോ? നേരെയുള്ള റോഡ്. തോന്നുന്നു രാവിലെ എഴുന്നേറ്റല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോയി സാധനം എടുത്തോണ്ട് പോകുന്നത് നല്ലത്. നടക്കണമെന്നേ ഉള്ളൂ. അതെ, അതാ നല്ല. അത് നല്ല. അല്ല, അതും പെട്ടിയും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വരുന്ന മെനക്കേട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്തെത്തി. സുഹൃത്തുക്കൾ യാത്ര പറഞ്ഞ് അവരുടെ വീടുകളിലേക്കും ഞാൻ നേരെ ഹോട്ടൽ റൂമിലേക്കും കയറി.